കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുക എൻ്റെ വ്യൂവേഴ്സിനടുത്ത് ഇവിടുത്തെ കളക്ഷൻ എല്ലാം കാണിക്കണം എന്നുള്ളത്. ഞാനിപ്പോൾ ഇട്ടേക്കുന്നതില്ല, ഇവിടെ നിന്ന് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തേക്കുന്ന അതിൻ്റെ പല പാറ്റേൺസാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ എവിടെയാണെന്നുള്ളത് തൃപ്പൂണിത്തുറയിലുള്ള സ്വപ്നമന്ത്രയിലാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യം എന്താണെന്നറിയോ, ഇവിടെ ഒരുപാട് കോട്ടൺ മെറ്റീരിയൽ ഉണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട്. അതെല്ലാം നമ്മൾ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാ കളക്ഷനും കാണിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാം യൂണിറ്റ് എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് കളക്ഷൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. മാം, ഈ ഇരിക്കുന്ന ഫാബ്രിക് ഫുള്ളും ഞാൻ ഇട്ടേക്കുന്ന ടൈപ്പ് തന്നെയല്ലേ? അതെ അതെ അതെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ വ്യൂവേഴ്സിന് എടുത്തൊരു കാര്യം പറയാം. മാമിന് ചിലവർക്കൊക്കെ ഫെമിലിയർ ആയിരിക്കാം, പക്ഷെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയാണ് കേട്ടോ. സ്വപ്നമന്ത്ര എന്ന് പറഞ്ഞ ഷോപ്പിന്റെ ഓണറാണ് മാം, സ്വപ്ന മാം ആണ്. നമുക്ക് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ, നമ്മളെ ഒബ്രോണിന്റെ അടുത്ത്. അവിടെ ഉണ്ട് നമുക്ക് ഷോപ്പ് കേട്ടോ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാം. പക്ഷെ ഇത് 3 ഫ്ലോറാണ് വരുന്നത് കേട്ടോ. ഇവിടെ ഫുള്ള് മെറ്റീരിയൽ ആണ്. അല്ല, ഈ ഫ്ലോർ ഫുള്ളും റെഡിമെയ്ഡ്സും സാരീസും ഒക്കെയാണ് വരുന്നത്. ജെൻസിന്റെ ഫ്ലോറും ഇത് തന്നെ വരുന്നത്. ഇവിടെ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് മെറ്റീരിയൽ ആണ്. കോട്ടൺ മെറ്റീരിയൽ ഒരുപാടുണ്ട്, ഇല്ലാത്തായിട്ട് ഒന്നുമില്ല. കോട്ടണിൽ ഇല്ലാത്തായിട്ടൊന്നുമില്ല, എല്ലാം ഉണ്ട്. സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്, ഞാൻ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പക്ഷെ ഇവിടുത്തെ ഓരോന്നും എടുത്ത് കാണിക്കാനാണെങ്കിൽ ഈ വീഡിയോ പോരാതെ വരും അല്ലേ? ഇതെല്ലാം ഇവിടെ തന്നെ യൂണിറ്റിൽ ചെയ്തിരിക്കുന്ന കുർത്തീസാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ ലൊക്കേഷൻ എന്ന് പറഞ്ഞേ മാം? ഇതിപ്പോൾ തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറ ചാത്താരി എന്ന് പറയും. അതായത് കിഴക്കേക്കോട്ടയിൽ നിന്ന് കരിങ്ങാച്ചിറയ്ക്ക് വരുമ്പോൾ റെയിൽവേയുടെ ഒരു ഓവർബ്രിഡ്ജ് ഉണ്ട്. അത് ഇറങ്ങുമ്പോൾ തന്നെ മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ്, റോഡ് സൈഡിൽ തന്നെ കാണും. സ്വപ്നമന്ത്ര എന്ന് അറിയാം. ഓക്കെ, ഞാൻ അത് എടുത്ത് പറയുന്നില്ല, എനിക്കെല്ലാം മനസ്സിലായി. ഇത് തന്നെ വീണ്ടും റീവൈൻഡ് അടിച്ച് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഫുള്ളും എല്ലാം ഉണ്ടല്ലേ? റെഡി ടു വെയർ ഓൾറെഡി ഉണ്ട്. റെഡി ടു വെയർ ഇവിടെ കുർത്തീസ് ഉണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡെയിലി വെയർ കുർത്തീസ് ആണ് കൂടുതലും. പാർട്ടി വെയർസ് കുറച്ച് കുറവാണ്. അത് കൂടുതലും നമ്മൾ പറയുന്ന അനുസരിച്ചിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ഇതിൽ കുറച്ചുകൂടെ നമുക്ക് ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വർക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പിന്നെ റെഡിമെയ്ഡ്സ് പോലെ തന്നെ ഇവിടെ കുറച്ച് ഷോൾസ് കാര്യങ്ങൾ, മൊഡാളിന്റെ ഷോൾസ്, കോട്ടൺ ഷോൾസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ മൊഡാളിന്റെ മൊഡാളിന്റെ ഷോൾസാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ സ്റ്റോൾ ഉണ്ട്, ലിനനിൽ വർക്ക് ചെയ്ത് വരുന്ന സ്റ്റോൾസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഒരുപാട്. ഇതിനെ നമുക്ക് കഫ്താനായിട്ടും ഷോർട്ട് കഫ്താനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ല, സ്റ്റോളായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് നമ്മൾ അത് ഇവിടെ തന്നെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ. നമ്മൾ മറ്റേ ആ വീഡിയോയിലായിട്ട് ഡ്രസ്സിന് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു. പക്ഷെ അതെന്ന് വെച്ചാൽ അത് നമുക്ക് ഇത് നോർമലി പ്രിന്റ് ചെയ്തെടുക്കുന്നതല്ലോ. ഇത് എന്താ പറയുക, അജ്രക്കിൻ്റെതാണ്, അതിന് ടൈം എടുക്കും നമുക്ക് ഇത് വരാനുണ്ട്. ഇപ്പൊ ഓൾറെഡി പ്രീ പ്രൊഡക്ഷൻ പോയിട്ടുണ്ട്. ഓക്കെ, നമ്മളുണ്ടല്ലോ അതിനെക്കുറിച്ച് ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ഡയറക്റ്റ് മാമിന്റെ അടുത്ത് തന്നെ എന്താന്ന് വെച്ചാൽ ചെയ്തു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് മാം അത് ചെയ്തത്. അത് എത്രത്തോളം ഹൈലൈറ്റ് ചെയ്ത് നന്നാക്കി തരാമെന്നോ അത് അങ്ങനെ ചെയ്തു തന്നു. അതാണ് ആ ഷോളിലാണെങ്കിൽ ഇന്നത് ചെയ്യാന്നുള്ള ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ ഐഡിയയും കാര്യങ്ങളും കിട്ടുമല്ലോ. ഇത് ജെൻസിന്റെ സെക്ഷനാണ് വരുന്നത്. ഇതിന്റെ തന്നെ ഇവിടെ തന്നെ നമ്മുടെ ഫാബ്രിക് കൊണ്ട് തന്നെ ചെയ്യുന്ന ഷർട്ട്സ് ആണ് വരുന്നത്. ഓണത്തിൻ്റെതായിട്ടുള്ള മുണ്ടിന് ചേരുന്ന രീതിയിൽ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ജെൻസിന്റെ ഷർട്ട്സ് തുന്നാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഫാബ്രിക്കുകളാണ്. ഇതൊക്കെ ജെൻസിന്റെ ഷർട്ട്സിന് പറ്റുന്ന നല്ല ആ ഒരു ടൈപ്പിൽ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചിരിക്കുന്നതാണ്. അത് തന്നെ മുണ്ടിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇതങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചിരിക്കുന്ന മുണ്ടാണിത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ഈ വരുന്ന ഫാബ്രിക്കിൻ്റെ പീസ് വെച്ചിട്ട് ചെയ്യാനാണെങ്കിൽ ഇതിന്റെ പീസ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് തന്നെ സെറ്റ് മുണ്ടും ഉണ്ട്. അത് ഞാൻ അവിടെ താഴെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. ഇത് കൊണ്ട് നമുക്ക് ഷർട്ടോ കുർത്തിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്നതാണിത്. പിന്നെ അതുപോലെ തന്നെ സൈസസ് എല്ലാം ഉണ്ട്. ഇതിപ്പോൾ ഉള്ളതിൽ ഒരുപാട് കളക്ഷൻസ് നമ്മളില്ല, കാരണം ഓൾറെഡി ഫാബ്രിക് ഉള്ളത് കാരണം 2 ദിവസം കൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ചെയ്ത് കൊടുക്കും. റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ ഇവിടെ വരുന്നത് സാരീസാണ്. ഒരു ലിമിറ്റഡ് കളക്ഷൻസാണ് ഉള്ളത്. ബനാറസിയുടെ കളക്ഷൻസ് ഉണ്ട്. തീപ്തി സാരീസിന്റെ കളക്ഷൻ വരുന്നുണ്ട്. എല്ലാം ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള. ഇത് ക്രേപ്പാണ്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണത്. ഇതിന്റെ ക്രേപ്പിന്റെ ബനാറസി ആണ് വരുന്നത്. ഇത് മഹേശ്വരി കോട്ടണിൽ വരുന്നതാണ് സാരീസ് വരുന്നത്. ഇതാണ് മഹേശ്വരി വരുന്നത്, മഹേശ്വരി പ്രിന്റ് വരുന്നത് ഇതാണ്. അതിനകത്ത് ഡൈ ചെയ്തിരിക്കുന്നത്, അതായത് നാച്ചുറൽ പ്രിന്റിംഗ് ആണ്, എല്ലാം നാച്ചുറൽ പ്രിന്റിംഗ് ആണ്. ഇവിടെ ഉള്ള എല്ലാം ഒന്നും കെമിക്കൽ പ്രിന്റിങ്സിന്റെ ഒന്നും നമുക്കില്ല. അതേപോലെ മൊഡാളിന്റെ കളക്ഷൻ ഉണ്ട്, മൊഡാൾ സാരീസിന്റെ കളക്ഷൻ ആണ്.
ആ മിക്സ് ആക്കിയിട്ട് ചെയ്യും. പിന്നെ അത് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബനാറസിയുടെ തന്നെ ഇതിപ്പം എല്ലാവരും ചോദിക്കുന്നത് ഇത് പ്യുവർ ബനാറസിയാണ്. ഇത് പ്യുവർ ബനാറസിക്ക് റേറ്റ് കൂടുതലാണ് വരുന്നത്. അപ്പോൾ ഈ എന്താ പറയണേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ചോദിച്ചപ്പോൾ നമ്മൾ ചെയ്തെടുത്തതാണ് ഈ ഒരു ടൈപ്പ് ഓഫ് എന്ന് പറയുന്നത്. നല്ല വ്യത്യാസം വരുന്നത്. ഇത് ഏകദേശം ഒരു 14,000 വരും. ഒറിജിനലി വരുമ്പോൾ ഒരു 14,000 ഇത് വരുന്നുണ്ട്. ഇതിനൊരു 3,000 റേഞ്ച് ഇത് വരുന്നത്. 2 to 3 ആണ് റേഞ്ച് വരുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ അങ്ങനെയാണ് എടുക്കുന്നത്. പിന്നെ ഈ മാം സാരി ലിസ്റ്റിൽ നമുക്ക് ഈസി ടു അത് നമ്മളിങ്ങനെ അത് കസ്റ്റമൈസ് ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതേപോലെ തന്നെ പിന്നെ ചിക്കൻ വർക്കിൻ്റെ ആയിട്ട് സാരീസ് നമുക്ക് അതാണ് ഒറിജിനൽ ചിക്കൻ വർക്ക് അല്ല, മെഷീൻ ചിക്കൻ വർക്കിന്റെ സാരീസ്, കോട്ട സാരീസ് ആണ് വരുന്നത്. പിന്നെ ഡെയിലി വെയർ കോട്ടൺ സാരീസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ബ്ലൗസസ് ഉണ്ട് മാം, റെഡി ടു വെയർ ബ്ലൗസസ്, പാച്ച് വർക്ക് ബ്ലൗസസ് ആണ് നമുക്ക് കൂടുതൽ ഇരിക്കുന്നത്. പിന്നെ റെഡി ടു വെയർ ബ്ലൗസസ് മറ്റേ ഷോറൂമിലാണ് ഉള്ളത്, തൃക്കോണത്ത് അല്ല എടപ്പള്ളി ഷോറൂമിലാണ് നമുക്ക് ഇത് പാച്ച് വർക്ക് ബ്ലൗസസ് ആണ് വരുന്നത്. അല്ല, ഒരുപാട് വ്യൂവേഴ്സ് എൻ്റെ അടുത്ത് കമന്റ് ചെയ്തും ചോദിക്കാറുണ്ട് റെഡി ടു വെയർ ബ്ലൗസ് എവിടാ കിട്ടുക എന്നുള്ളത്. നമ്മുടെ സ്വപ്നം മന്ത്രയിൽ അവൈലബിൾ ആണ് കേട്ടോ, നമ്മുടെ അവിടത്താണെങ്കിൽ ഇവിടെ ഇത് പാച്ച് വർക്ക് ബ്ലൗസസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ പാച്ച് വർക്ക് സാരീസും ഉണ്ട്. ഇപ്പോൾ അതും ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് വന്നിരിക്കുന്നതാണ്. ഇതിൽ തന്നെ പാച്ച് വർക്ക് സാരീസ് അത് വരുന്നത്. ഇതൊക്കെ പാച്ച് വർക്ക് സാരീസ് വരുന്നുണ്ട്. കോട്ടണിൽ തന്നെ വരുന്ന പാച്ച് വർക്ക് സാരീസ് ആണ്. പിന്നെ അതുപോലെ തന്നെ പ്യുവർ കോട്ട, പ്യുവർ ഇത് വെയിറ്റ് പിടിച്ചാൽ അറിയാം, ഒട്ടും വെയിറ്റ് ഇല്ലാതെ. കൂടുതലും അമ്മമാർക്കൊക്കെയാണ് ഇത് കൂടുതലും അവരാണ് ഇത് കൂടുതലും കൊണ്ടുപോകുന്നത്. അത്ര സോഫ്റ്റാണ് ഇത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കോട്ടയിൽ എംബ്രോയ്ഡറി വരുന്ന സാരീസ് അവൈലബിൾ ആണ്. ഇങ്ങനെ ഹാൻഡ്ലൂമിൻ്റെ ഇത് കൂടുതലും ഇത് കൽക്കട്ട സാരീസാണ്. ഇതെല്ലാം കൽക്കട്ട സാരീസ് ആണ് വരുന്നത്. അങ്ങനെ വരുന്നത്. പിന്നെ കുറച്ച് ടെസറിന്റെ സംഭവങ്ങളും ഉണ്ട്, അധികം ഇല്ല, കുറച്ച് കളക്ഷൻ ടെസറിന്റെ ഉണ്ട് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഫാബ്രിക്സ് ആണ്, ഇതെല്ലാം ഫാബ്രിക്സുകളാണ്. പിന്നെ തന്നെ പല കൂടുതലും വെറൈറ്റി നമുക്ക് താഴെ ചെല്ലുമ്പോൾ കാണാം. താഴത്തെ ഫ്ലോറിലാണ് ഫാബ്രിക് കൂടുതൽ. നമുക്ക് താഴത്തെ ഫ്ലോറിലേക്ക് പോവാം. ഇന്നത്തെ നമ്മുടെ അറ്റയർ ഫുള്ളും വരുന്നത് നമ്മുടെ സ്വപ്നമന്ത്രയിലാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഓണത്തിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പർച്ചേസിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഫ്ലോറിലേക്ക് പോവാം, അടുത്ത കളക്ഷൻ എല്ലാം കാണാം. ഓക്കെ, അപ്പോൾ ഈ ഫ്ലോറിലാണ് ഫാബ്രിക് വരിക അല്ലേ? എന്റെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മെറ്റീരിയൽ അല്ലേ? ഇവിടുത്തെ ഫാബ്രിക് ആണത്. എന്ത് ഫാബ്രിക് അത് ഒന്ന് പറയാം. കോട്ടണിൽ തന്നെയാണ് വരുന്നത്. ഇങ്ങനത്തെ ഒരു വ്യൂ വരുന്നതാണ്. ഇതിന്റെ തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ കുറച്ചധികം കളക്ഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതുപോലെ അത് സ്കേർട്ടിന് എടുത്തിരിക്കുന്നതാണ്. ഇത് ഡെനിമാണ്. ഡെനിമിന്റെയും ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ഡെനിമിൽ നോർമലി ഇങ്ങനെ എന്താ വർക്കുള്ള കാണുന്നത് ഇവിടെ കുറവാണ്. അതുപോലെ തന്നെ ഡെനിമിൽ പ്രിന്റഡും വരുന്നുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്സ് വരുന്ന പോലെ ഇംഗ്ലീഷ് കളേഴ്സ് വെച്ചിട്ടുള്ള ചെക്സ് വെച്ചിട്ട് വരുന്നതുള്ള അതും ഇത് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ അക്കോബ, ഡെനിമിൽ അക്കോബ വരുന്നത് അതും കുറവാണ്. ഇതിന് ഇഷ്ടംപോലെ ഉണ്ട്. ഡെനിമിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക്. ഇതെല്ലാം ഡെനിം പ്രിന്റഡ് ആണ്. അതെ തന്നെ ഇതുകൊണ്ട് തന്നെയാണ് ഷർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പ്ലെയിൻ പോർഷൻ വെച്ചിട്ടാണ് ഷർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വർക്കിൻ്റെതാണ് നമ്മൾ കോളറിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് നമ്മുടെ മെറ്റീരിയൽ ഫാബ്രിക് ആണ് ഉള്ളത്, മെയിൻ സ്റ്റിച്ചിങ്. മാം ഇപ്പൊ ഓണം വരല്ലേ, എന്തെങ്കിലും ഓഫേഴ്സ് സംഭവങ്ങളൊക്കെ ഉണ്ടോ? ഓഫേഴ്സ് ഉണ്ട്. നമുക്കിപ്പോ 6th അതായത് അത്തത്തിനാണ് നമ്മൾ ഇത് തുടങ്ങുന്ന, ഒരാഴ്ചത്തേക്കാണ് ഉണ്ടാവുക. അത് വരുന്നത് ഒരു 30% ഓഫാണ് വരുന്നത്. ഫാബ്രിക്സിനും ഉണ്ട്, സ്റ്റിച്ചിങ്ങിനും ഉണ്ട്. അത് എങ്ങനെ വേണമെങ്കിലും അവൈൽ ചെയ്യാം. 1 വീക്കേ ഉള്ളൂ വരുന്നത്. ഈ 1 വീക്കിനുള്ളിൽ വരുന്ന പർച്ചേസ് ചെയ്യുന്നവർക്ക് അത് എടുക്കണമെന്നുണ്ടെങ്കിൽ 30% ഓഫ് ഫാബ്രിക്കിൽ എടുക്കാം. ഇനി അത് വേണ്ട, ഫാബ്രിക്കിൽ വേണ്ട, സ്റ്റിച്ചിങ്ങിൽ മതി എന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിൽ എടുക്കാം. ഈ അറ്റ് എ ടൈം ഒരെണ്ണം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു 1 വീക്ക് നമുക്കത് ഇപ്പോൾ ഉണ്ട്. 30% ഓഫാണ് വരുന്നത്. സ്റ്റിച്ചിങ് റേറ്റിലും വ്യത്യാസം വരും, അതേപോലെ തന്നെ ഇതിലും വരുന്നുണ്ട്. അപ്പോൾ ഓഫ് അത്തം മുതൽ 6th മുതലാണ് വരുന്നത്. 1 വീക്കാണ് വരുന്നത്. പിന്നെ വരുന്ന എല്ലാം നാച്ചുറൽ ഫാബ്രിക്സിന്റെ തന്നെ നാച്ചുറൽ പ്രിന്റ്സ് വെച്ചിട്ട് വരുന്ന, അതായത് എല്ലാം നാച്ചുറൽ ഡൈയുടെ മാത്രമേ ഉള്ളൂ നമുക്കുള്ളൂ. കെമിക്കൽ ഡൈസിന്റെ ഒന്നും വരുന്നില്ല. ഇതെല്ലാം അങ്ങനെ വരുന്നതാണ്. അജ്രക്കാണ് വരുന്നത് അതെല്ലാം. പിന്നെ അതുപോലെ തന്നെ ഇത് മൊഡാളാണ്. ഇത് മല്ലാണ്, പ്യുവർ മല്ലാണ് വരുന്നത്. പ്യുവർ മല്ല് വരുന്നതാണ്. ഭയങ്കര സോഫ്റ്റ് ആണ്. ഇത് തന്നെ കുട്ടികളുടെ ഉടുപ്പ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഇത് വരുന്നത്.
പിള്ളേർക്കൊക്കെ ഇങ്ങനത്തെ വെച്ചിട്ട് പിന്നെ ചെയ്യുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ പ്ലെയിൻ ആണ്, മഷ്റൂമിന്റെ പ്ലെയിൻ ആണ് വരുന്നത്. ഇത് ഇക്കത്തിന്റെ സിൽക്ക് വരുന്നുണ്ട്. പിന്നെ ഇത് മഷ്റൂം സിൽക്ക് എന്ന് പറഞ്ഞു വരും. ഇൻഡിഗോസിൽ തന്നെ ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നത് ഇപ്പൊ അതും ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്കൊരു സിൽവർ ഇതുപോലെ വരുന്നതുണ്ട്. ഓൾമോസ്റ്റ് സ്വപ്നമന്ത്രന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണല്ലേ. അതുപോലെ തന്നെ ബാക്കി ഇൻഡിഗോസ്, അതേപോലെ തന്നെ ബ്ലോക്ക് പ്രിന്റ്സിന്റെ വരുന്നുണ്ട്. ഇതെല്ലാം കോമ്പിനേഷൻ അങ്ങനെ ചെയ്യാം അല്ലേ മാം? ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കസ്റ്റമർ ചോയ്സ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് കലംകാരീസ്. ഇവിടുത്തെ നമ്മുടെ ഇവിടുന്ന് മെറ്റീരിയൽ എടുത്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം ഇല്ല, പുറത്തുനിന്ന് കൊണ്ടുവരാം. രണ്ടും ചെയ്യുന്നുണ്ട് നമ്മള്. പിന്നെ നമ്മുടെ ടൈമിംഗ് പറഞ്ഞില്ലല്ലോ. ടൈമിംഗ് വരുന്നത് 9:30 to 7 ആണ്. ഇവിടുത്തെ ഷോപ്പിൽ വരുന്നത്, അതായത് തൃപ്പൂണിത്തുറ ഷോപ്പിൽ വരുന്നത് 9:30 to 7, അവിടെ 10 to 7:30 ആണ് വരുന്നത്. പിന്നെ ഒരു കാര്യം, സൺഡേ നമ്മൾ വർക്കിംഗ് അല്ല. നമ്മൾ സൺഡേസ് സൺഡേസ് ഇല്ല. ഓൺലൈൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതല്ലാതെ നമുക്ക് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കോൾ ത്രൂ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യാവുന്നതാണ്. കാരണം കുറെ പേര് അങ്ങനെ ആയിരിക്കുമല്ലോ. അതെ. ഇതെല്ലാം അതുപോലെ തന്നെ ഇതൊക്കെ ബ്ലോക്ക് പ്രിന്റ്സുകളാണ് ഇതെല്ലാം വരുന്നത്. ബാഗ് പ്രിന്റ്സും ഗാംതി പ്രിന്റ്സും ഒക്കെയാണ് അത് വരുന്നത്. ഇത് കംപ്ലീറ്റ്ലി ക്രീം ബേസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് നേരത്തെ നമ്മൾ ഇട്ടിരിക്കുന്ന സ്കേർട്ടിന്റെ ടൈപ്പ് ഓഫ് ഇത് മല്ലിൽ തന്നെ വരുന്ന പ്രിന്റ് ആണ് വരുന്നത്. മൽ കോട്ടണിൽ വരുന്നിരിക്കുന്നത് പ്യോർ മല്ലിൽ ചെയ്തിരിക്കുന്ന പ്രിന്റാണ് വരുന്നത്. പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഏത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പിന്നെ ഇതൊക്കെ ഈ പറഞ്ഞ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഇതിന്റെ മെറ്റീരിയൽ സ്കേർട്ടിന്റെ തന്നെ പല കളേഴ്സ് വരുന്നതാണ്. അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് വരുന്നത്. ഇത് ലിനന്റെ കൂടിയത് നമ്മൾ പറയുന്നത് ഹെമ്പെന്ന് പറയും. ഹെമ്പെന്ന് പറയുന്ന ഫാബ്രിക്കാണിത്. ഇതിലൊരു NGOയിൽ കൊടുത്ത് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് എക്കോ പ്രിന്റിങ് ചെയ്യിപ്പിച്ച് എടുത്തിരിക്കുന്നതാണ്. റേറ്റ് വൈസ് കൂടുതലാണ്, പക്ഷെ ഇത് ഇടാൻ്റെ ഫീല് ഇത് ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ചോദിച്ചു മേടിക്കും. ഇതിന്റെ അത്ര സുഖമാണ് മെറ്റീരിയൽ ഇടാനുണ്ട്. ഇതിന് തന്നെ ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്. എല്ലാം അങ്ങനത്തെ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ്, എർത്തി കളേഴ്സിൽ ഇത് വരുള്ളൂ വരുന്നത്. ഇതെല്ലാം പ്രിന്റ് മല്ലിൽ വരുന്നതാ. ഇതിന്റെ ഡിജിറ്റൽ പ്രിന്റിംഗ് ആണത് വരുന്നത്. ഇത് ലോൺ കോട്ടൺ ഉണ്ട്. ഇത് ലോൺ കോട്ടൺ ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഓണം കളക്ഷൻസിന്റെ ഇതിനകത്ത് വരുന്ന ഉണ്ട്. മുണ്ടിന്റെ ഇതിന്റെ വരുന്ന സെറ്റ് മുണ്ടിന്റെ ആണ്. ഇത് ഇങ്ങനെ തന്നെ നമ്മൾ വീവ് ചെയ്ത് എടുപ്പിച്ചിരിക്കുന്നത്. ഈ പ്ലെയിൻ പോർഷനിൽ നമുക്ക് ഏത് ഫാബ്രിക് വേണമെങ്കിലും വെച്ച് അടിച്ചിട്ട് അതിന്റെ തന്നെ ബ്ലൗസ് നമുക്ക് ഇടാം. സെറ്റ് മുണ്ടാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ സാരീസിന്റെ കളക്ഷനും ഇതുപോലെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ സ്വന്തം വീവ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ഇത്തവണ ചെയ്തിരിപ്പിക്കുന്നത് ഇതാണ്. കസ്റ്റം ചെയ്താണ്. സാരി ആക്കണമെങ്കിൽ സാരി ആക്കാൻ, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പിന്നെ അത് വന്നിരിക്കുന്നത് നമ്മളിങ്ങനെ ഒരു കര കൊടുത്തിട്ടുണ്ട്. ഈ കര കൊടുത്തിരിക്കുന്നത് ലൈൻസ് വിത്ത് കരയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ മെറൂൺ വരുന്നുണ്ട്. ഇതിൽ എൻ്റെ 4-5 ഷെയ്ഡ്സ് ഉണ്ട്. എൻ്റെ മെറൂൺ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്. അത് സാരി തന്നെ വരുന്നത്. ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, സാരി മനസ്സിലാവില്ല. സാരീസ് ഇങ്ങനെയാ വരുന്നത്, ഉള്ളിൽ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. അതെ. ഇതും ഹാൻഡ്ലൂം ആട്ടോ, ഹാൻഡ്ലൂം സാരീസ് ആണ് ഇത് വരുന്നത്. ഇപ്പം ഒരുപാട് പേർക്കുള്ള ഒരു സൊല്യൂഷൻ ആണ്. ഒരുപാട് പേര് മാം സ്റ്റിച്ചിങ്ങിന്റെ അത് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന അത് ചിലയിടത്ത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ചിലരാണെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ തന്നെ പർച്ചേസ് ചെയ്യണം. ഇവിടെ പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതും ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. എത്ര വേണമെങ്കിലും നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്യാട്ടോ. അതിന് കുറെ യൂണിറ്റും താഴത്തെ ഫ്ലോറിലാണ് യൂണിറ്റ് വരുന്നത്. നമ്മൾ അവിടെയും അവിടെയുണ്ട്. അവിടുത്തെ പിന്നെ യൂണിറ്റ് വേറെ അവിടെ തന്നെ ഉണ്ട്. ഒരു ചെറിയൊരു യൂണിറ്റ് മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ ഉള്ളത് പുറത്തിട്ട് അവിടെ അതിനുള്ള സ്പേസ് കുറവാണ്. ഇത് നമ്മുടെ സ്വന്തം ബിൽഡിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണെങ്കിലും വിഷയമില്ല. സ്റ്റിച്ചിങ്ങിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് ഇവിടെ കൊണ്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതും രക്ഷയ്ക്ക് ചെയ്തിരിക്കുന്നതാണല്ലോ. വേറൊരെണ്ണം കൂടെ ഉണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കളക്ഷൻ കൂടാണ്. ആ ഒരു ടൈപ്പ് അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. പിന്നെ ഇത് ഓണത്തിന്റെ ഇതായിട്ടുള്ള കുറച്ച് റെഡിമെയ്ഡ്സ് കുർത്തീസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്നുണ്ട്. ചെയ്തിരിക്കുന്നതാണ്. സിമ്പിൾ ആയിട്ടുള്ള ഇതൊക്കെ സൈസസ് ഒക്കെ
അതുകൊണ്ട് ഓൾറെഡി നമ്മുടെ ഫാബ്രിക് തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് ചെയ്തെടുക്കാം, ഇല്ലെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇതൊക്കെ എത്ര ടൈം എടുക്കും മാം സ്റ്റിച്ച് ചെയ്യാൻ? നോർമലി 2 weeks ആണ് നമുക്ക് സമയം വരുന്നത്. ഇപ്പോഴത്തെ കളക്ഷനിൽ ഇപ്പോൾ ഉള്ളതാണ് നമുക്ക് ചെയ്യുന്നത്. ഇനി ഓണം കഴിഞ്ഞിട്ട് ഇതിന് സ്റ്റിച്ചിങ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഓൾറെഡി ബുക്ക്ഡ് ആയി കഴിഞ്ഞാൽ ഏത് സൈസ് ഉണ്ടെന്ന് ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല, കാരണം ഇവിടുന്ന് ഫാബ്രിക് എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ വറീഡ് ആവേണ്ട കാര്യമില്ല, അതിന്റെ വറീഡ് കാര്യമില്ല. ഓൾമോസ്റ്റ് ഉണ്ടാവും. പിന്നെ സ്റ്റിച്ച് ചെയ്താണെങ്കിൽ 2 weeks എടുക്കും. പിന്നെ ഓരോ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എക്സ്റ്റെൻഡ് ആവുക. ഇനിയിപ്പോ തിരക്കൊക്കെ വരുന്നുണ്ട്, നേരത്തെ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് നമ്മുടെ ഇവിടുന്ന് പുറത്തുനിന്ന് കൊണ്ടുതരുന്നവർക്കും അതാണെങ്കിൽ ഇവിടുത്തെ ഫാബ്രിക്സിന് ആ ഇതില്ല. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഫാബ്രിക്സ് ഒരു 5 pieces കൂടുതലാണെങ്കിൽ 200 rupees സ്റ്റിച്ചിങ് ചാർജിൽ ലെസ് ചെയ്യുന്നുണ്ട്. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഫാബ്രിക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൾറെഡി നമുക്ക് റേറ്റ് കുറച്ചിട്ടാണ് നമ്മുടെ ഫാബ്രിക്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇല്ല, അത് 5+ ആണ്. 5+. ഇപ്പോൾ കുർത്തകളാണെങ്കിൽ അത് കുർത്ത മാത്രമായിരിക്കണം 5 എണ്ണം. ഇപ്പോൾ ബ്ലൗസസ് ആണെങ്കിൽ 5 pieces ബ്ലൗസസ് 5+ pieces ഉണ്ടാവണം. എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്കുള്ള റേറ്റിനേക്കാളും 200 rupees ലെസ് ആയിരിക്കും അത് വരുന്നത്. പിന്നെ നമ്മുടെ നോർമൽ എന്തൊക്കെയായിരിക്കും ഇവിടെ സ്റ്റിച്ച് ചെയ്യുക? ജെൻസിന്റെ ഉണ്ട്, ജെൻസിന്റെ ചെയ്യുന്നുണ്ട്, കിഡ്സിന്റെ ചെയ്യുന്നുണ്ട്, ലേഡീസിന്റെ, അങ്ങനെ എല്ലാം ഉണ്ട്. ഇന്നത് ഒന്നുമില്ല. അങ്ങനെ നമുക്ക് പറ്റാത്തതായിട്ടൊന്നും നമ്മൾ ഇതുവരെ ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല. മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും എങ്ങനെയാണെങ്കിലും എന്താന്നുള്ളതൊക്കെ. ഇവിടെയൊക്കെ പിന്നെ ഷോളും കൂടുതലും ഫാബ്രിക്സ് ആണ് വരുന്നത്. ഇത് നമുക്ക് സ്റ്റിച്ചിങ് യൂണിറ്റും വർക്ക് എടുക്കുന്ന ഏരിയ ഉണ്ട് വരുന്നത്. അതെ, കസ്റ്റമൈസേഷൻ എടുക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ളതാണ് കേട്ടോ. ഇതൊരു റെഫറലാണ്, പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയാം. ആസിഫ് അലിയുടെ വൈഫിന്റെ ബർത്ത്ഡേക്കുള്ള റെഫറലാണ് ഞാൻ മാമിന് കൊടുത്തത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിലാണ് റീക്രിയേറ്റ് ചെയ്തത് അല്ലേ? മെറ്റീരിയൽ ഇവിടുത്തെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ യൂണിറ്റിലാണ് കേട്ടോ. ഇതാണ് യൂണിറ്റ് വരുന്നത്. എടുക്കുന്നത് നമ്മൾ ഇവിടെയാണ്, കസ്റ്റമൈസേഷൻ എടുക്കുന്നത് നമ്മൾ ഇവിടെയാണ് എടുക്കുന്നത്. ഇവിടെ ഒന്ന് കൺസൾട്ട് ചെയ്യാം, മെഷർമെന്റ് ഒക്കെ എടുക്കുന്ന ഏരിയയും ഡിസൈനിങ് പാർട്ടും എല്ലാം ഇവിടെ നടക്കുന്നത്. യൂണിറ്റിന്റെ തൊട്ടപ്പുറത്തായിട്ടാണ്. അപ്പൊ യൂണിറ്റും കാണാൻ പറ്റുമല്ലോ? പിന്നെ കാണാം. പിന്നെ നമ്മുടെ നോർമൽ ടൈമിംഗ് തന്നെയാണോ സ്റ്റിച്ചിങ്? ഒരേ ടൈം തന്നെ ഉള്ളൂ. 9:30 to 7 ആണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് യൂണിറ്റും കൂടെ കാണാം. എന്റെ എൻട്രൻസ് ഇവിടെ അവിടെയാണോ? ഇതാണ് നമ്മുടെ യൂണിറ്റ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. സ്പേഷ്യസ് അല്ലേ? അതെ. വർക്കും കാര്യങ്ങളും അല്ലേ? മറ്റേ വർക്കൊക്കെ എല്ലാം ഇവിടെ തന്നെ വരുന്നത്. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഇവിടെ വരുന്നത്. വന്നോളൂ. ഇങ്ങനെ പോകുന്നു നമ്മുടെ യൂണിറ്റ് വരുന്നത്. ഹെവി സ്പേഷ്യസ് ആണ്. ഹാൻഡ് വർക്കും കാര്യങ്ങളും ഇതൊക്കെ ഫിനിഷിംഗ് സെക്ഷൻസ് ആണ് വരുന്നത്. ഇതെല്ലാം ഹെമ്മിങ്ങും അതിൻ്റെ പോലെ തന്നെ അയണിങ് ഒക്കെ അവിടെ വരുന്നു. പിന്നെ ഇതിൻ്റെ ഹാൻഡ് വർക്ക് ഒക്കെ വരുന്നത് ഇവിടെയാണ് വരുന്നത്. പിന്നെ അങ്ങോട്ടുണ്ട് 3 തറയിട്ടുണ്ട്. ഇതുവഴി എൻട്രൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ സ്റ്റോറിന്റെ പേര് സ്വപ്നമന്ത്ര എന്നാണ്. നമ്മുടെ ഈ സ്റ്റോർ തൃപ്പൂണിത്തുറയിലാണ്. പിന്നെ ഇത് കൂടാതെ നമുക്ക് വേറൊരു സ്റ്റോർ അടുത്തായിട്ട് എടപ്പള്ളിയിൽ. ഓക്കെ, അവിടെയാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതൊരു 3 നില ബിൽഡിംഗ് ആണ്. ഒരു ഹെവി കളക്ഷൻ ഉള്ള ഒരു സ്റ്റോറാണ്. ഇവിടെ ഫുൾ കോട്ടൺ അല്ല മാം, ഫുൾ ആയിട്ടുള്ളത് കോട്ടൺ മാത്രമേ ഉള്ളൂ. അവിടെയാണെങ്കിലും കോട്ടൺ മാത്രമേ ഉള്ളൂ. കൺഫ്യൂസ്ഡ് ആയി പോകും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 9:30 to 7 ആണ് ഇവിടുത്തെ ടൈമിംഗ് വരുന്നത്. അവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 10 to 7:30 ആണ് അവിടുത്തെ. കുറച്ച് ഡിഫറൻസ് ഉണ്ട് അല്ലേ? സൺഡേസ് വർക്കിംഗ് അല്ല, ബാക്കി എല്ലാ ദിവസങ്ങളും വർക്കിംഗ് ആണ്. സൺഡേ വർക്കിംഗ് അല്ല. പിന്നെ നമ്മുടെ ലൊക്കേഷൻ തൃപ്പൂണിത്തുറ കിഴക്കേക്കോട്ട ജംഗ്ഷനിൽ നിന്ന് കരിങ്ങാച്ചിറയ്ക്ക് പോകുന്ന വഴി റെയിൽവേ സ്റ്റേഷന്റെ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ ഉടനെ തന്നെ ലെഫ്റ്റിൽ കാണാം. റോഡ് സൈഡ് ഒരു വളവാണ്, വളവിന്റെ അവിടെ തന്നെയായിട്ടാണ്. മെയിൻ റോഡിൽ തന്നെയാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഞാൻ നമ്പർ എല്ലാം മെൻഷൻ ചെയ്തേക്കാം. ഡയറക്റ്റ് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വപ്നമന്ത്രയിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാം ക്ലിയർ ആയി. എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ. മറ്റേത് ഇഷ്ടപ്പെട്ടു, എന്നാലും കുറച്ചുകൂടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ദെൻ ബൈ.